ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ വാരഫലമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. മേടക്കൂർ നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, കാർത്തികകാല്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കുറയും. ചെയ്യുന്ന ജോലിയിൽ എതിരാളികൾ പ്രത്യക്ഷപ്പെടും. വിചാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടില്ല. ബിസിനസ് രംഗത്ത് ലാഭം കുറയും. കന്നുകാലി വളർത്തുന്നവർക്ക് താരതമ്യേന മെച്ചപ്പെട്ട സമയമാണിത്. ഇടവക്കൂർ: കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര നക്ഷത്രങ്ങൾ. വിദേശത്തുള്ളവർ നാട്ടിലെത്തും. സർക്കാർ ജീവനക്കാർക്ക് അനുകൂല സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. പ്രമോഷൻ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതും കിട്ടും. സർക്കാരിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ യഥാസമയം ലഭ്യമാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും. മിഥുനക്കൂറ്: മകീര, തിരുവാതിര, പുണർത മുക്കാല്. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. ഭൂമി ക്രയവിക്രയം നടത്തി സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കും. മനസ്സിന് തൃപ്തികരമായ വാർത്തകൾ കേൾക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും. കർക്കിടകക്കൂറ്: പുണർതം കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ. ജോലി സംബന്ധമായി പ്രയാസങ്ങൾ നേരിടും. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കേണ്ടതാണ്. കലാകായിക രംഗത്തുള്ളവർ ശോഭിക്കും. ബന്ധുക്കളും സഹോദരന്മാരും സഹായിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. ചിങ്ങക്കൂറ്: മകം, പൂരം, ഉത്തരംകാല നക്ഷത്രങ്ങൾ. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ സാധ്യമാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കും. തീർത്ഥയാത്രകൾ നടത്തും. സഹോദരന്മാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കന്നിക്കൂറ്: ഉത്തരമുക്കാല്, അത്തം, ചിത്തിര, അര നക്ഷത്രങ്ങൾ. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. മത്സര പരീക്ഷകൾ വിജയിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. പുതിയ വീട്, വാഹനം ഇവ വാങ്ങുവാനും സാധ്യതയുണ്ട്. തുലാക്കൂറ്: ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ നക്ഷത്രങ്ങൾ. കിട്ടാക്കടങ്ങൾ കുറേയൊക്കെ തിരികെ കിട്ടും. ഊഹക്കച്ചവടത്തിൽ നേട്ടമുണ്ടാക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. എന്നാൽ ചിലവുകൾ കൂടുതൽ വർദ്ധിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വൃശ്ചികക്കൂറ്: വിശാഖം കാല, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. സാമ്പത്തിക ഗുണം കുറയും. ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭം കുറയും. പുതിയതായിട്ട് പങ്കാളിത്ത ബിസിനസ്സിലൊന്നും ഏർപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. കൃഷിക്കാർക്കും താരതമ്യേന മോശം കാലഘട്ടമാണിത്. ധനുക്കൂറ്: മൂലം, പൂരാടം, ഉത്രാടംകാൽ നക്ഷത്രങ്ങൾ. സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയമാണ്. കിട്ടാനുള്ള ധനങ്ങൾ കുറേയൊക്കെ കിട്ടും. റിയൽ എസ്റ്റേറ്റ്, കോൺട്രാക്ട് ബിസിനസ് വഴി പണം വന്നു ചേരും. ഊഹക്കച്ചവടം വിജയകരമാകും. അപ്രതീക്ഷിതമായി ധനം ലഭിക്കുവാനും സാധ്യതയുണ്ട്. മകരക്കൂറ്: ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, നക്ഷത്രങ്ങൾ. ഗ്രഹത്തിൽ അസ്വസ്ഥത രൂപപ്പെടും. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ധനനഷ്ടം ഉണ്ടാകും. കോടതി വ്യവഹാരത്തിൽ വിജയമുണ്ടാകും. മുതിർന്ന ആളുകളെ ധിക്കരിച്ച് ഒരു കാര്യവും ചെയ്യരുത്. കുംഭക്കൂറ്: അവിട്ടം, ചതയം, പൂരിട്ടാതി, മുക്കാൽ നക്ഷത്രങ്ങൾ. പൊതുവെ നല്ല സമയമാണ്. സന്താനങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കും. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതും സാധ്യമാകും. വിനോദയാത്രകളും തീർത്ഥയാത്രകളും നടത്തും. മീനക്കൂറ്: അവിട്ടം, പൂരിട്ടാതി കാല, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടി വരും. പഴയ തൊഴിൽ വിട്ട് കൂടുതൽ ഗുണകരമായ പുതിയ ജോലി പ്രവേശിക്കും. വിദേശത്ത് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്കും അത് സാധിക്കും.
സഹപ്രവർത്തകർ സഹായിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. അപ്പോൾ ഇത് പൊതുഫലം മാത്രമാണിത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റം വന്നേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.